ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ എല്ലാ PSC എക്സാമുകൾക്കും സാധാരണ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജിയോഗ്രഫി പാർട്ടിലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് HSA ബേസ് ആണ്. HSA സോഷ്യൽ സയൻസിനും കൂടെ ആസ്പദമാക്കിയുള്ള രീതിയിലാണ്. ബാക്കിയിട്ട് എന്തായാലും മെയിൻ എക്സാം ആയിക്കോട്ടെ, പ്രിലിമിനറി ആയിക്കോട്ടെ, +2 ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ എക്സാം, എല്ലാ എക്സാമിനും കൂടെ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു ബേസിക് ഫാക്റ്റുകളാണ്, അടിസ്ഥാന വിവരങ്ങളെയാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ടോളമിയാണ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ടോളമി. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസ് ആണ്. അടുത്തത്, ഓൺ ദി റവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയർ എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ് ആണ്. ഓൺ ദ റവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയർ എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ് ആണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ പിന്താങ്ങിയൊരു ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ് ആണ്. അതും കോപ്പർനിക്കസ് ആണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറഞ്ഞത് കോപ്പർനിക്കസ് ആണ്. അപ്പം ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തനിസ്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ഭൗമകേന്ദ്രവാദമാണ്. അപ്പോൾ ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ശാസ്ത്രജ്ഞനാണ് പൈത്തഗോറസ് ആണ്. ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞനാണ് പൈത്തഗോറസ് ആണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് വെയിൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് വെയിൽസ്. അടുത്തത്, ഗോളാകൃതിയിലുള്ള ഭൂമി ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് തെയിൽസ് അന്ന് വിശ്വസിച്ചിരുന്നത്. അടുത്തത്, സമുദ്രമാർഗം 150 ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളിയുടെ പേര് അഭിലാഷ് ടോമി. കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മെഗല്ലൻ. ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതിയില്ല എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡെസി എന്നാണ് പറയുന്നത്. ജിയോഡെസി. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ജനിച്ചത് തൃപ്പൂണിത്തറ, എറണാകുളത്താണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാനുള്ള കാരണം ഭ്രമണമാണ്. സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ്. ധ്രുവപ്രദേശത്തെ ഭൂമിയുടെ ഭ്രമണ വേഗത എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഭൂമിയുടെ ഭ്രമണ ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ലോക ഭൗമദിനം ഏപ്രിൽ 22-നാണ്. ലോക ഭൗമദിനം ഏപ്രിൽ 22. ആദ്യമായി ഭൗമദിനം ആചരിച്ചത് 1970-കളിൽ ആണ്. പിന്നെ ഭൂമിയുടെ ചലനങ്ങൾ 2 തരത്തിലുണ്ട്, ഭ്രമണവും പരിക്രമണവും ആണ്. സൂര്യോദയം ആദ്യം അനുഭവപ്പെടുന്നത് ഒരു പ്രദേശത്തിൻ്റെ കിഴക്ക് ദിക്കാകാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതുകൊണ്ടാണ്. ഇനി ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് ടോളമിയാണ്. അപ്പോൾ ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ജിയോഗ്രഫിയും അൽമജസ്റ്റും ആണ്. പിന്നെ ഭൂമിക്ക് ഗോളാകൃതി എന്ന് വാദിച്ചത് ആരാണ്? അത് കോപ്പർനിക്കസ് ആണ്. ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി എന്നാണ്. ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം ഭൂഭ്രമണ ഫലമായുണ്ടായുള്ള അഭികേന്ദ്രബലം ആണ്.